ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനൊരു എന്താ പറയുക നിങ്ങൾക്ക് മുന്നിൽ ഒരു സീരീസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ തമ്പനയിൽ വന്നപ്പം ചിലർ തമാശയോടുകൂടി കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് പരിഹാസം തോന്നിയിട്ടുണ്ടാവും, ചിലർക്ക് പുച്ഛം തോന്നിയിട്ടുണ്ടാവും, ചിലർക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഐ ഹോപ്പ് സന്തോഷമുള്ളവരായിരിക്കും മോസ്റ്റ്ലി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിഫോർ ദാറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട് ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലുള്ള റെസ്പോൺസിനനുസരിച്ച് മാത്രമാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് ഇതിനെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മാർവാസിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഇപ്പോൾ മോക്ക് ചിലർക്കൊക്കെ മുഖത്ത് ഒരുപാട് പാടുകളും അവിടെ ഇവിടെയും ബ്ലാക്ക്നെസ്സും ഒക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും. പക്ഷേ അവർ കളർ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, മുഖത്തൊരു പാടുണ്ടെങ്കിൽ പോലും ചെക്കനെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു മുഖക്കുരായിരിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന ചെക്കന്മാർ വരെ അന്നത്തെ നാട്ടിലുണ്ട്. അയച്ചിട്ട് എല്ലാവരും ഒരുപോലെ ഞാൻ വിലയിരുത്തില്ല കേട്ടോ. അപ്പം ചിലപ്പം ചെക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉമ്മമാർക്കും ഇവർക്കൊക്കെ ആയിരിക്കും പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കേസസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം പറഞ്ഞിട്ട്, അതായത് പാടുകളും കാര്യങ്ങളും പോയി സ്കിന്ന് ക്ലീൻ ആയിട്ടുണ്ട് മർവ. അതുകൊണ്ട് തന്നെ ഇപ്പം അതിന് ശേഷം വന്നൊരു അലയൻസ് വന്നിരുന്നു, അത് നമുക്ക് ഫിക്സ് ആയിട്ടുണ്ട്. നമ്മളോട് അതൊക്കെ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷം കുറച്ചൊന്നുമല്ല എനിക്ക്. അത് ഒരു കമ്പനീൻ്റെ ഒരു ഇത് എന്നുള്ളതിലും എത്രയോ വേറെ എന്തെയോ ഒരു സന്തോഷമാണ് നമുക്കത് കിട്ടുന്നത്. അതുപോലെ തന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇത് യൂസ് ചെയ്യുന്ന തുടങ്ങിയതിന് ശേഷം. എനിക്ക് ഈ 9ലും 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളും, അവർ വരെ പറയുന്നുണ്ട് പാരൻസിനോട്, ഉമ്മ ഞാൻ മാത്രമേ ക്ലാസ്സിൽ നിറമില്ലാത്തുള്ളൂ, എനിക്ക് എന്നിട്ട് എന്തോ പോലെയാണ്, കുട്ടികൾ കളിയാക്കുകയാണ്. അപ്പോൾ ഈ നിറന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ സിസ്റ്ററിലോ പറഞ്ഞ പോലെ അതൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കുട്ടികളെ. എന്താണ് ഫസ്റ്റ് നിങ്ങൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് ഒരു മെയിൻ വിഷയം അല്ല ജീവിതത്തിൽ എന്നുള്ളത് ഈ ആളുകളെ, ഈ കുട്ടികളെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ഫാക്ടറാണെന്ന് കരുതുന്നവരാണ് ജീവിതം അവസാനിപ്പിക്കാനും ഇത് തന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞ് ഡിപ്രഷനിലോട്ട് പോകാനും നല്ല കഴിവുകളുള്ള കുട്ടികൾ പിന്നീട് സൈലൻ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കത്തിനും കാരണമാവുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അതാദ്യം നിങ്ങൾ നമ്മളത് ചൈൽഡ്ഹുഡ് മുതലേ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു ബോധോദയം വരുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ജനിച്ചപ്പോൾ നല്ല നിറം ഉണ്ടായിരുന്നു, 1 വയസ്സ് വരെ, അതായത് ജനിച്ചപ്പോൾ നിറം എല്ലാ കുട്ടികളും ഉണ്ടാവും, അത് പിന്നെ 1 ദിവസം 2 ദിവസം നമ്മൾ കുളിപ്പിക്കും തോറും ഡാർക്കായി വരുന്ന ഒരു കാറ്റഗറി. അതല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ ചില മക്കളുണ്ടാവും പ്രസവിച്ച് 1, 2, 3, 4, 5 വയസ്സുവരെയൊക്കെ നല്ല കളറുള്ള കുട്ടികളായിരിക്കും. പിന്നീട് ഗ്രാജുവലി ഇങ്ങനെ കളർ കുറഞ്ഞ് വന്ന് കണ്ട് ഒരു ഇരുനിറത്തിലോട്ട് പോകുന്നൊരു കേസുണ്ട്. മെയിൻ റീസൺ അതിന് ഉത്തരവാദികൾ നിങ്ങൾ പാരൻസ് തന്നെയാണ്. എല്ലാ പാരൻസും ചെയ്യുന്നൊരു കാര്യമാണ്, ചോറങ്ങോട്ട് തിന്നോട്, വേറെ ഒരു മുതൽ ആ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിൻ പുറത്തുള്ള സൈഡിലുള്ള ഒരാളുകൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ഫുഡ് ഹാബിറ്റാണ് നമ്മളുടെ സ്കിന്നിനെ, നമ്മളുടെ മുടിയെ തീരുമാനിക്കുന്നത്. ഈ ചോറ് തിന്നുണ്ടെങ്കിൽ വയറ് നിറഞ്ഞ് വേറെ ഒരു ഭക്ഷണം കഴിച്ചാലും വയറ് നിറയില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ കാരണം നമ്മളുടെ തൊലിക്കും നമ്മളുടെ മുടിക്കും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വേറൊരു വീഡിയോയിൽ പറയാം, എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മാർവാസിൻ്റെ 2 പ്രോഡക്റ്റും കൂടെ ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് ഇറക്കുന്നത്. ഒന്ന് ലിപ് ബാമും പിന്നെ ബയോട്ടിൻ പൗഡറും. കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്, ഇത് പുറമേ അല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇൻടേക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയിത്ത എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ബയോട്ടിൻ പൗഡർ, ഒരു പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കുടിക്കുന്ന ഒരു സാധനം ഞാൻ റിലീസ് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നീട് അടുത്ത വീഡിയോയിൽ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇൻടേക്കിന് അത്രയും പ്രാധാന്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട, എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിറം ഒരിക്കലും ജീവിതത്തിൽ ഒരു യെസ് അത് ഫാക്ടർ തന്നെയാണ്, പക്ഷെ അതല്ല ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഫാക്ടർ തന്നെയാണ്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂടുന്ന കാര്യമാണ്. നമ്മുടെ ഫേസ് എത്രത്തോളം ബ്രൈറ്റായിട്ട് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ
നിന്നെ ഈ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ നീ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് ഒരു ഷെയ്ഡ് കളർ ഇമ്പ്രൂവ് ആയതിനു ശേഷം അതേ വ്യക്തി നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞ് പല സ്റ്റേജിലൂടെ നീ കടന്നു പോകും. പ്രഗ്നൻസി, പീരീഡ്സ്, ട്രിപ്പ്, പല കാര്യത്തിലും കടന്നു പോകും. അപ്പം നിനക്ക് ചിലപ്പോൾ നിൻ്റെ ഫേസ് ശ്രദ്ധിക്കാൻ പറ്റില്ല. നീ പല രീതിയിലും ഡള്ളാവാം, ഉഷാറാവാം. അന്ന് ഇതേ പറയുന്നവനായിരിക്കും നിന്നെ കുറ്റപ്പെടുത്തുക. എന്തിനാണ് അതിന് നിൽക്കുന്നത്? അപ്പം നീ എന്താണോ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവനെ കല്യാണം കഴിക്കുക. സ്കിൻ കെയർ വേണം. നിന്നെ നീ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻടേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻടേക്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഈ ബയോട്ടിൻ പൗഡർ കൊടുക്കുമ്പോൾ വീട്ടിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് ബയോട്ടിൻ പൗഡർ. പക്ഷേ ഞാനിപ്പോൾ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലും നിങ്ങളൊരു പക്ഷേ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. മേ ബി ഇപ്പോൾ ചിലർ പറയല്ലോ ഇവൾ മത്തിക്കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഞാൻ അതേ ഇൻഗ്രീഡിയൻസ് ഇട്ട് വെച്ചിട്ടും ആ ടേസ്റ്റ് കിട്ടുന്നില്ല എന്ന്. നമുക്കൊരു കൈപ്പക്കം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നല്ല ഉറക്ക്, നല്ല പോലെ വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ചോറ് മാത്രമല്ല ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ ഘടകം ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ മാർവാസിൻ്റെ ഏതൊക്കെ പ്രോഡക്റ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം, നിങ്ങൾ മാർവാസിൻ്റെ ഒരു സ്കിൻ കെയർ നമ്മളുടെ ഫേസിന് നിർബന്ധമാണ്. എസ്പെഷ്യലി 30 വയസ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, കരിമംഗലമുണ്ട്, എന്താണ് ഇത്ത ചെയ്യേണ്ടത്? മെയിൻ കാരണം അത് വരുന്നതിൻ്റെത് ഈ സ്കിൻ കെയർ നമ്മൾ ഈ വയറ്റിലോട്ട് ഭക്ഷണം കൊടുക്കുന്ന പോലെ നമ്മുടെ സ്കിന്നിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം. അത് കിട്ടുമ്പോൾ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. അതാണ് ഒന്നെങ്കിൽ ഓയിൽ മസാജ്, അല്ലെങ്കിൽ കെമിക്കലി വേണമെങ്കിൽ നോക്കാം, ഞാൻ നാച്ചുറൽസ് ചെയ്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മാർവാസിൻ്റെ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്? അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന 2 പ്രോഡക്റ്റാണ് മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിലും ഫേസ് ബ്രൈറ്റനിങ് സോപ്പും. സിറം സെക്കൻഡറി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്തു, നിങ്ങൾക്ക് റിസൾട്ട് വന്നു, കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നിങ്ങൾ വല്ലപ്പോഴും ഇതൊന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഞാൻ ഈ പറയുന്നത് ജെനുവിനാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേറെയുള്ള രീതിയിൽ വേറെ അറിയുന്നവരോട് വേണമെങ്കിൽ എൻക്വയറി നടത്താട്ടോ. നമ്മുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്തോറാണ്. ഇപ്പം നല്ല നിറമുള്ള വ്യക്തികളായിരിക്കും, അവർ ഈ വെയിലത്ത് പോയി ആയിരിക്കും ടാൻ അടിച്ചിട്ടുണ്ടാവും. ടാൻ മാറി പിന്നെയും വെയിലത്ത് പോവാണ്. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കിന്നിന് തീറ്റ കൊടുക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് വിഷയമാണ്. അതിൽ പെട്ടതാണ് ഈ വെള്ളം കുടിക്കുക എന്ന്. ഈ വെള്ളം കുടിക്കും തോറും നിങ്ങളുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയി നിൽക്കണം. അപ്പം നിങ്ങളുടെ സ്കിന്നിനൊരു ഗ്ലോ കാണും. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് സോപ്പ്. ഈ സോപ്പ് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഫേസ് പാക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ടാൻ പോകുന്ന എന്തെങ്കിലും പൗഡർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ സോപ്പ് തന്നെ ധാരാളമാണ്. ഓക്കെ, നമ്മൾ മാർവാസിന് സത്യം പറഞ്ഞാൽ ഫേസ് ബ്രൈറ്റനിങ് ഓയിലും ഹെയർ ഓയിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ സോപ്പായാലും സിറം ആയാലും ഷാമ്പു ആയാലും ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ ബയോട്ടിൻ പൗഡർ ആയാലും ലിപ് ബാമും ഇനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഡൺ ആണ്. പക്ഷേ പ്രിപ്പറേഷൻ മൈ സൈഡ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ബിരിയാണി വെക്കുമ്പോൾ മെയിൻ പണ്ടാരി എന്ന് പറയുന്ന പോലെ ഞാൻ തന്നെയാണ് മെയിൻ പണ്ടാരി. ഞാനില്ലാതെ എനിക്കത് പണിക്കാരെ പ്രിപ്പയർ ചെയ്യാൻ ഏൽപ്പിക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഘടകമായിട്ട് ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. താല്പര്യം, നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റ് ആണ് ഈ ടോപ്പിക്കിൽ എന്നറിയുമ്പോൾ മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്ത് വേറെ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതറിയിക്കുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പേഴ്സണലി ചോദിക്കുന്നതിനേക്കാളും നിങ്ങൾ കമൻറ്റിലൂടെ പറയുമ്പം അത് മറ്റുള്ള കസ്റ്റമേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇൻടേക്ക് വളരെ പ്രാധാന്യമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്കിൻ കെയർ. ഈ സ്കിൻ കെയറിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ 2 പ്രോഡക്റ്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പുറത്ത് പോയി വരുമ്പോൾ ടാൻ ഉണ്ടെങ്കിൽ അത് പോകാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മാർക്സുകളുണ്ട്, ചെറിയ രീതിയിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്, ഒന്ന് വൈറ്റനിങ് ആവാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ബ്രൈറ്റനിങ് സോപ്പ് തന്നെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് മാരേജ് കഴിഞ്ഞു, നിങ്ങൾക്കിത് യൂസ് ചെയ്യുന്നതിനോട് പ്രശ്നമില്ല. ഒരു കാര്യം നിങ്ങളുടെ ഫേസിലോട്ട് നമുക്കൊരു കാര്യം അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് ഫേസിനായാലും സ്കിന്നിനായാലും പിന്നീട് അങ്ങോട്ട് പിന്നെ അതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ നിങ്ങളുടെ ഫേസിനും കയ്യിനൊക്കെ നിങ്ങൾക്ക് അത് മതിയാകും. പിന്നീട് നിങ്ങൾക്കത് പ്രശ്നം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് കഴിഞ്ഞാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അഫോർഡബിൾ പ്രൈസാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു എന്താ പറയുക ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഹോം ഡെലിവറിയാണ്. ഇനിയുള്ളവ എല്ലാവർക്കും ഹോം ഡെലിവറി ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഒരുപാട് നീട്ടി വെച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 10 മിനിറ്റ് ആവാനായി. അപ്പം ഇനിയുള്ളത് ഓരോ വീഡിയോസിലായിട്ട് ഓരോ കണ്ടൻ്റായിട്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം,
സ്കൂളിൽ നിന്ന് കളിയാക്കുന്നു, അല്ലെങ്കിൽ കല്യാണം ശരിയായി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക്. ഒരുപാട് പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടുമ്പം. പക്ഷെ കൂടെ എപ്പോഴും പറയാനുള്ളത്, കളറ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫാക്ടറാണ്, പക്ഷെ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് കരുതി ഒരിക്കലും നിൽക്കരുത്. ശരിയാണ്, നമുക്ക് കളിയാക്കലുകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് വിഷമമാണ്, നമുക്ക് സങ്കടമാണ്, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതല്ല മെയിൻ വിഷയം എന്ന് കരുതി മുന്നോട്ട് തന്നെ പോവുക. എനിക്ക് മാറ്റാൻ പറ്റുമല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്ത് പരമായിട്ടും ഇതായിട്ട് ഞാൻ റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ചെയ്യാം ഇൻഷാ അള്ളാ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുക. അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. ടാറ്റ.